കൊണ്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെ. ഇത് പിന്നെ കുത്തിയിരുന്ന് പിന്നെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനും കുറെ പേരുണ്ട്. അതിന് എന്നെ ഒട്ടും അറിയാത്ത ആൾക്കാർ കുറെ കടന്ന് ഇത് എന്നെ അതിന് പറയുന്ന റിയാക്ഷൻ വീഡിയോസ് എന്നെ കുറ്റം പറഞ്ഞു എന്തൊക്കെ. അതേ ഞാൻ പറഞ്ഞത് എന്തുവേ പറയുന്നത്, എന്തിനാണ് എന്നെ അറിയാതെ ചുമ്മാ കടന്ന് പറയുന്നത്. നമസ്കാരം. രേണു സുധിയുടെ പുതിയ ഇന്റർവ്യൂ ആണ് ഞാൻ ഈ കാണിച്ചത്. കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ മകൻ കിച്ചുവിനെ ഇന്റർവ്യൂ ചെയ്ത അതേ ആൾക്കാരുടെ തന്നെ ഇന്റർവ്യൂ ആണ്. ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞതാണ്, ആ ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങളൊന്നും തന്നെ ശരിയായില്ല. ഒരു മകനോട് ചോദിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നില്ല ആങ്കർ കിച്ചുവിനോട് ചോദിച്ചത്. വളരെ മോശമായിട്ടുള്ള ചോദ്യം. ചിരിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ പോലും ചോദ്യങ്ങളൊന്നും ശരിയായിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്കൊരു ഇന്റർവ്യൂ ആയിട്ടല്ല തോന്നിയത്, മോർ ലൈക്ക് ഒരു ഇൻട്രോഗേഷൻ ആയിട്ടാണ് തോന്നിയത്. ഈ പോലീസുകാരൊക്കെ തന്നെ പ്രതികളെ ചോദ്യം ചെയ്യത്തില്ലേ, അതേ ഒരു രീതിയിലാണ് ഇവിടെ ഇന്റർവ്യൂവർ രേണുവിനോട് സംസാരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം പ്രതികളെ ഫ്രണ്ടിലിരുത്തിയിട്ട് പ്രതികളുടെ മനസ്സിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോലീസുകാരിങ്ങനെ വളച്ചു ഒടിച്ചും ഒക്കെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. പോലീസുകാർ ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്, പക്ഷെ ഇവിടെ ആങ്കർ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ആങ്കേഴ്സിനൊന്നും ഇന്റർവ്യൂ ചെയ്യാൻ അറിയത്തില്ല, പലർക്കും ഇന്റർവ്യൂ ചെയ്യാൻ അറിയത്തില്ല. ഏതായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കാണാം. അല്ല, ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ സുധിച്ചേട്ടന്റെ പെങ്ങളൂട്ടി എന്ന് പറഞ്ഞിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിന്നത് കൊണ്ടാണോ ശരിക്കും ചേച്ചി കോണ്ടാക്ട് ഇല്ലാഞ്ഞിട്ടും അത് കവർ ചെയ്ത് സംസാരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ശരിക്കും ഇപ്പൊ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടും പുറത്ത് പറയാൻ മടിക്കുന്നത് ഞങ്ങൾ തമ്മിൽ കാമുകി പിരിയാൻ ഒന്നുമല്ല, അങ്ങനെ അതായത് കോണ്ടാക്ട് ഒന്നും ഇല്ലാഞ്ഞിട്ട് പിണങ്ങിയിട്ടൊന്നും ഇല്ലടാ. അതുകൊണ്ടാണോ കുട്ടിക്കും തിരക്കാണ്, എനിക്കും കുറച്ച് ചെറിയ ഞാൻ ആ കുട്ടിയേക്കാളും തിരക്കാണ് എനിക്കെന്ന് പറഞ്ഞൊന്നും അല്ല. ഇച്ചിരി ചെറിയ തിരക്ക് വന്നു, അപ്പൊ ഞാനും തിരക്കായി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് പറയാനാ, വരുന്നവർ വരും, വരുന്നവർ വരും എന്ന് പറഞ്ഞാൽ അവർക്ക് തിരക്ക് കഴിയുമ്പോൾ അവർ വരുമെന്നാണ് എന്നെ അറിയിച്ചത്. ഒരു ദിവസം വരും എന്നാണ്, നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ, ഇന്ന ദിവസം പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് വല്ലപ്പോഴും ഇപ്പൊ സുധിയിലേക്ക് വരുന്നതിന് വല്ലപ്പോഴും. ലാസ്റ്റ് ലക്ഷ്മി എപ്പോഴാണ് ചേച്ചിനെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്? ഫോൺ വിളിക്കോ മെസ്സേജ് അയക്കൂടെ? അങ്ങനെ ഫോൺ വിളിച്ചുള്ള കോൺടാക്ട് ഒന്നും ഇല്ലായിരുന്നു. വല്ലപ്പോഴും വിളിക്കും, ഞാൻ വിളിച്ചാൽ എടുക്കും, സംസാരിക്കും. ഇപ്പം മെസ്സേജും വല്ലപ്പോഴും അയക്കാം. ലാസ്റ്റ് മെസ്സേജ് അയച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. കേട്ടില്ലേ, ആ ചോദിച്ച ചോദ്യം തന്നെ ശരിയല്ല. ഒരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്റർവ്യൂവിൽ ചോദിക്കാൻ പാടില്ല. ഇതൊരു ഇന്റർവ്യൂ ആണ്, ഇൻട്രോഗേഷൻ അല്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ചോദ്യം ചെയ്യൽ പോലെയാണ് എനിക്ക് ഫീൽ ആയതെന്ന്. ചിരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്നു രേണുവിനെ ഫ്രണ്ടിലിരുത്തിയിട്ട്. ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഡിബേറ്റ് ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്ത് വേണം അങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആങ്കേഴ്സിനൊന്നും ഈ റൂൾസും റെഗുലേഷൻസും ഒന്നും അറിയത്തില്ല. നല്ലതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്ന വളരെ കുറവായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഇതേ രീതിയിലാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിപ്പോൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവരുടെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സുകൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി, നമ്മൾ ആരെയാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് ആ വ്യക്തി നേരത്തെ പറയുവാണ്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചോ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടോ, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അങ്ങനെ ബിഫോർ ഹാൻഡ് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ പോലും നമ്മൾ വളരെ റെസ്പെക്റ്റോട് വേണം ചോദിക്കാൻ. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു വ്യക്തിയെ, ആരെയാണോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സിനെയും ഇൻഡിവിജ്വാലിറ്റിയും അതിനെയൊക്കെ തന്നെ റെസ്പെക്ട് ചെയ്ത് അവരുടെ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണം ഒരു ഇന്റർവ്യൂവർ ചോദിക്കാൻ. ഇവിടെ അങ്ങനത്തെ ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്? ലക്ഷ്മിയെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് ഇഷ്ടമല്ല, അവരത് ഒഴിഞ്ഞു മാറുവാണ്. കാരണം അവർ ഡയറക്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവർ നോർമലായിട്ട് ജസ്റ്റ് ബൗണ്ടറിയിൽ നിന്നുകൊണ്ടൊരു ആൻസർ പറയുവാണ്. ഇവിടെ തന്നെ എന്താണ് രേണു പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്. രേണു വലിയ ഡീപ്പായിട്ട് സംസാരിക്കാതെ, ഓക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തിരക്കാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലിയുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഉടനെ ചോദിക്കണം എന്നാണ് ഏറ്റവും ഒടുവിൽ മെസ്സേജ് അയച്ചത്, ആ ഡേറ്റ് വരെ പറയണം. അതൊരു ചോദ്യം ചെയ്യലല്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രതിയോട് ചോദിക്കുവാണ്, നിങ്ങൾ എന്നാണ് ലാസ്റ്റിൽ ചാറ്റ് ചെയ്തത്, ആ ചാറ്റ് ചെയ്ത ദിവസം ഏതാണ്, സമയം ഏതാണ്, അങ്ങനെയാണോ ചോദിക്കേണ്ടത്? അത് അവരുടെ ഇഷ്ടമല്ലേ, അത് പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? വളരെ മോശമായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇങ്ങനെയല്ല ഇന്റർവ്യൂ ചെയ്യേണ്ടത്. കഷ്ടം, പരമ കഷ്ടം. നമ്മുടെ നാട്ടിലെ കാണത്തുള്ളൂ ഇത്തരത്തിലുള്ള ആൾക്കാരെ.
ഒരാളുടെ പേഴ്സണൽ ചോയ്സിലേക്ക് ഇടിച്ചു കയറി പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇനിയും കഴിഞ്ഞിട്ടില്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട്, ബാക്കിയും കൂടെ നമുക്കൊന്ന് കാണാം. ഇങ്ങനെ പറയുന്നത് രേണുചേട്ടന്റെ എന്താ സോറി ആയിക്കോട്ടെ. അല്ല ഇപ്പൊ രേണുചേട്ടൻ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ എനിക്കൊരു കാര്യം പറയണം. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്നെ പറയുന്ന ട്രാൻസ്ജെൻഡറിനെ പോലെ ഇനി രേണുചേട്ടൻ എന്ന് വിളിച്ചിട്ട് കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. എനിക്ക് എന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അവരെ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയുള്ളവരെ എനിക്ക് ഇഷ്ടമാണ്, അവരുമായിട്ട് കൂട്ടുകൂടാനും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്. എല്ലാവരും മനുഷ്യരാണ്. എന്നെ പറയുന്നത് ഇവിടെ കണ്ട ആണ് പെൺവേഷം കിട്ടിയ പോലെ ഉണ്ടല്ലോ. കൊറ്റംകുളങ്ങരയിലെ ഉത്സവം കഴിഞ്ഞില്ലേടി, എന്നോട് ഇരിക്കുന്നത് എന്റെ മേക്കപ്പിന്റെ അടി വന്ന് കഴിഞ്ഞില്ലായിരിക്കും. ഇവിടെ കണ്ട ട്രാൻസിനെ പോലെ ആണെങ്കിൽ എന്താണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് ഇഷ്ടമാണ് അവരെ. ഇനി പറഞ്ഞോളൂ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ വഴിത്തിരിവ് ഉണ്ടായത്. ഈ ഒരു ഇന്റർവ്യൂ കണ്ടതോടു കൂടിയിട്ട് രേണു സുധിയെക്കുറിച്ച്, രേണു ചേച്ചിയെക്കുറിച്ച് എനിക്കൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് വന്നു. ഇപ്പോൾ വേറൊരു രീതിയിൽ കുറേ ധാരണകളൊക്കെ എനിക്ക് മാറിക്കിട്ടി. കുറച്ചും കൂടി എനിക്ക് ഇവരോട് ബഹുമാനം തോന്നി തുടങ്ങി. അത്രയും മനോഹരമായിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും ഇവർ ആൻസർ നൽകുന്നത്, അടിപൊളിയായിട്ടാണ് ഉത്തരം നൽകുന്നത്. നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, അപ്പം നിങ്ങൾക്കും കുറേയൊക്കെ ധാരണകൾ മാറിക്കിട്ടും. രേണു അത്രയും പെർഫെക്റ്റ് ആയിട്ടും അടിപൊളിയായിട്ടുമാണ് ഇവരുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത്. വളരെ ബോൾഡായിട്ടാണ് ഉത്തരം നൽകുന്നത്, നല്ല രീതിയിലുള്ള ഉത്തരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഈ രേണു ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ കറക്റ്റാണ് കേട്ടോ. ഇപ്പം രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് പല രീതിയിൽ വിമർശിക്കാം, അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് നോർമലായിട്ട് വിമർശിക്കാം. പക്ഷേ വിമർശിക്കുമ്പോഴും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സിനെ നമ്മൾ മാനിച്ചുകൊണ്ട് വേണം വിമർശിക്കാൻ. ഞാൻ തന്നെ പല വീഡിയോയിലും രേണുവിനെ വിമർശിച്ചിട്ടുമുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വിമർശിച്ചിട്ടുള്ള വീഡിയോയിലൊക്കെ തന്നെ അവരുടെ ഈ ഒരു പേഴ്സണൽ ചോയ്സിനെ അല്ല ഞാൻ വിമർശിച്ചിട്ടുള്ളത്. അവർ മോർ ലൈക്ക് ഇപ്പോൾ കുറേ നാളുകൊണ്ട് അവരുടെ ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, മനഃപൂർവ്വം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തെ മാത്രമാണ് ഞാൻ രേണുവിൽ വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അവരുടെ ആ ഒരു പേഴ്സണൽ ചോയ്സിനെ വിമർശിക്കുന്നതിനൊപ്പം അവരുടെ ആ ഒരു ശരീരത്തെക്കുറിച്ചും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഒരുപാട് ആൾക്കാർ അനാവശ്യമായിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. ഈ ശരീരം, സൗന്ദര്യം അതൊക്കെ നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കാര്യമാണ്. അതൊന്നും ഒരു പേഴ്സണിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. നമ്മൾ ജനിച്ചപ്പോഴേ നമുക്ക് കുറേ കാര്യങ്ങളുണ്ടാകും, നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ടാകും, നമ്മുടെ സ്കിൻ ടോണ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ജന്മനാ കിട്ടുന്ന ഒരു സാധനമാണ്. അതിൽ ചെന്നിട്ട് അയാളെ കുത്തി നോവിക്കുക, അയാളെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുക, അതൊക്കെ വളരെ മോശമാണ്. അവരുടെ ബോഡി ഷെയ്മിങ് ചെയ്യുക, അവരുടെ നിറത്തെക്കുറിച്ച് പറയുക, അവരുടെ മുഖത്തെക്കുറിച്ച് പറയുക, പല്ലിനെക്കുറിച്ച് പറയുക, അവരെ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുക, അതൊക്കെ എന്ത് വൃത്തികെട്ട മനോഭാവമാണ്. അതൊന്നും ഒട്ടും ശരിയല്ല. അതൊരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പം രേണു എന്ന് പറയുന്ന ആക്ടർ, ഒരു അഭിനേത്രി, അങ്ങനെ തന്നെ പറയാം. രേണു എന്ന അഭിനേത്രിയുടെ അഭിനയത്തെ നമുക്ക് കുറ്റം പറയാം. അവർക്ക് വലിയ രീതിയിൽ അഭിനയിക്കാൻ അറിയത്തില്ല, അവരുടെ അഭിനയം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അവർ ന്യൂ കമർ ആണെന്നുണ്ടെങ്കിൽ പോലും നല്ലതായിട്ടല്ല അഭിനയിക്കുന്നത്, കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അഭിനയത്തെ നമുക്ക് പറയാം. പക്ഷേ അവരുടെ കണ്ണ് കൊള്ളത്തില്ല, അവരുടെ മൂക്ക് കൊള്ളത്തില്ല, അവരുടെ പല്ലുന്തിയിരിക്കുന്നു, അവരുടെ മുഖം കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഫീച്ചേഴ്സിനെ വെച്ചിട്ടോ അവരുടെ ബോഡിയെ വെച്ചുകൊണ്ടോ നമുക്ക് ഷെയിം ചെയ്യാനുള്ള അവകാശമില്ല. അത് തെറ്റാണ്, തെറ്റ് തന്നെയാണ്. അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. രേണു എന്ന് പറയുന്ന വ്യക്തി അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് അവരെ ചെന്ന് ബോഡി ഷെയിമിങ് ചെയ്യുക, അവരെ വൃത്തികേട് പറയുക, അതൊക്കെ തെറ്റാണ്. ഏതർത്ഥത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് രേണുവിനെ കുറിച്ചൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടു നോക്കിയാൽ മതി. നമുക്ക് തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ആയി മാറും. കാരണം അത്രയും സൂപ്പറായിട്ട്, വളരെ ബോൾഡായിട്ട്, ധൈര്യത്തോടു കൂടിയിട്ടാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ രേണു ഉത്തരം നൽകുന്നത്. ആ ഉത്തരങ്ങളിലൊന്നും തന്നെ എനിക്കൊരു നെഗറ്റീവും തോന്നിയില്ല. ഞാൻ ഈ ത്രൂ ഔട്ട് ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ രേണു പറയുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ പറയുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ ക്ലിയർ കട്ടായിട്ടുള്ള ഉത്തരമാണ്, ഒരു നെഗറ്റീവും ഇല്ല. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വളരെ ധൈര്യത്തോടു കൂടിയിട്ടാണ് രേണു ഉത്തരം പറയുന്നത്. അങ്ങനെ തന്നെ രേണു മുന്നോട്ട് പോകട്ടെ. കാരണം അത് രേണുവിൻ്റെ ഉയർച്ചയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതേ രീതിയിൽ വളരെ ബ്രേവായിട്ട് രേണുവിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.